അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാൻ പോവാണ്. ചക്ക കൊണ്ട് വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ അവിയലാണ് തയ്യാറാക്കാൻ പോകുക. നമ്മളിപ്പോ ഇവനെ വെട്ടി ഇത് മൊത്തം ഇത് എടുക്കുന്നില്ല, ഇതിന്റെ പകുതി നമ്മൾ എടുത്ത് അവിയൽ തയ്യാറാക്കാൻ പോവാണ്. എന്നിട്ട് പകുതി നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ മാറ്റാം. അത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ, നമ്മൾ കത്താളിനകത്ത് കുറച്ച് എണ്ണ വെക്കണം. ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ഈ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതിനകത്ത് കുറച്ച് എണ്ണ അങ്ങ് തേക്കാം. ഇല്ലെങ്കിൽ കറ കഴിഞ്ഞാൽ ഇത് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടാം. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് മുറിക്കണ്ടേ. പഴുത്തയില്ലെന്ന് അറിയാൻ മുറിക്കുമ്പോഴേ അറിയാവൂ. അടിപൊളി. ഒറ്റ വെട്ടിന് 2 പീസ് കണ്ട സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് അങ്ങ് മാറ്റാം. ഇത് നമുക്ക് വറുവലുണ്ടാക്കാം, പിന്നീട് നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഇത്രയും സാധനം മതി നമുക്ക് അവിയൽ തയ്യാറാക്കി. അപ്പൊ നമ്മൾ തന്നെ എണ്ണ തേച്ചിന്റെ ഇതുണ്ട്, നമ്മളതിനകത്തൊന്നും കറയായിട്ടില്ല. ഇനി നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മളത് ചക്കത ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. സംഭവം കൂഴയാണ്, അതിൻ്റെതായിട്ടുള്ള സംഭവമുണ്ട്. കൂഴച്ചക്കയാണ്. പക്ഷെ മേടിച്ച് എടുത്ത് കൊണ്ടുവന്നപ്പോ ഇത്രയും വിളഞ്ഞില്ലായിരുന്നു. 2 ദിവസമായി കൊണ്ടുവന്നിട്ട്, സമയമില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ അവധി ദിവസമല്ലേ, നമുക്ക് അന്നേരം ഇത് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ ചക്ക അവിയൽ ചെയ്യാൻ വേണ്ടി ചക്ക എടുത്തു വെച്ചു. പക്ഷെ അവിയൽ ചെയ്യാൻ നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിളഞ്ഞു പോയിട്ടുണ്ട്, മധുരമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു അടുപ്പിലൊരു പാത്രം വെച്ച് നമുക്ക് ചക്ക അങ്ങോട്ട് വരട്ടിട്ട് കൊടുക്കാം. ചക്ക ഒന്ന് വേവിച്ചെടുക്കാനാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചക്ക ഏകദേശം വെന്ത് നമുക്കിതൊന്ന് കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നല്ലോണം ഒന്ന് ഉടയണം. അതിന്റെ ഇടയ്ക്ക് ഒരു ചക്കക്കുരു കിട്ടി. ഇനി നമുക്കൊരു കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതും നമുക്ക് നല്ലോണം എല്ലാത്തിലും ഒന്നാവുന്ന രീതിയിൽ കുഴച്ചെടുക്കും. ഇനി അടുത്ത് നമ്മൾ ഇടുന്നത് 1 ബൗളോളം പഞ്ചസാരയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി വീണ്ടും നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്ത് നമ്മളിപ്പം നെയ്യെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനം നമുക്ക് അതിനകത്തോട്ട് ഇടാം. രണ്ടി ഉണ്ട്, ഇടാം. അതിന് നമുക്ക് ഈ പ്ലേറ്റിനകത്ത് മൊത്തം ഒന്ന് റൗണ്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി വെക്കുക. ചക്കയുണ്ട്, ഭയങ്കര പാടാ. നമ്മളത് ക്ഷമയോടെ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇനി നമുക്ക് ഈ ബ്ലൗസ് ഇടാത്ത രീതിയിൽ നല്ലോണം റെഡിയാക്കും. ഇപ്പൊ നമ്മൾ ഏകദേശം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറോളം ഇതൊന്ന് തണുക്കാൻ വെക്കണം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പം, തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ കൂട്ടുകാരെ, ചക്ക കൊണ്ട് തയ്യാറാക്കി നമ്മൾ എടുത്തിരിക്കുന്ന കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ.